ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നെ. എന്താ വെച്ചാല് ഞാനും കാസർഗോഡ് വന്നിട്ട് കൊറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിന്. എന്നെ പോലെ കൊറേ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. ഞാനിപ്പോ കാസർഗോഡ് UDF സ്ഥാനാർത്ഥിയായ കലക്ടർ മായനാജിയെ കാണാൻ പോകുന്നു. നമുക്കൊന്ന് ചോദിച്ചോക്കാം കാണാൻ പറ്റുമോന്ന്. എനിക്ക് മായിച്ചാനൊന്ന് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഉപ്പളിന്ന് വരുന്നത് കാസർഗോഡിലെ ഒരു ചെറിയ ഇൻഫ്ലുവൻസർ ഉപ്പള. അപ്പോ ഇനിയിപ്പോ നിങ്ങൾ അടുത്തതായിട്ട് MLA ആവാൻ പോകുന്നല്ലേ. അപ്പൊ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, കാസർഗോഡ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കണ്ടുവരുന്ന ഒരു കുറവ് എന്ന് പറയുന്നത്, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകൾക്ക് ഒരു നല്ല സൗകര്യത്തോടു കൂടിയുള്ള ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ ഒരു ഷീ ടോയ്ലറ്റ് നല്ല നഗരത്തിൻ്റെ ആശുപത്രി കേന്ദ്രീകരിച്ചും അതുപോലെ നഗരഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു ഷീ ടോയ്ലറ്റ് നിർമ്മിക്കാനും, അതുപോലെ തന്നെ പിഞ്ചുകുട്ടികളുമായി വരുന്ന സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള ഒരു സൗകര്യമില്ലാത്തതെല്ലാം കാണും. ബസ്സിലോ ഇല്ലെങ്കിൽ പൊതുസ്ഥലത്തോ നിന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണിത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു സൗകര്യം ചെയ്യാനും ഞാൻ മുന്നിട്ട് നിൽക്കും. അതുപോലെ വിദ്യാർത്ഥിനികൾക്കും കോളേജ് കേന്ദ്രീകരിച്ചും ഇതുപോലുള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് ആർത്തവം എപ്പം വരുമെന്ന് അറിയാത്ത കുട്ടികളുണ്ടാവും. ആ സമയത്ത് അവർ മുൻകരുതൽ എടുക്കാതെ വന്നതാണെങ്കിൽ അവർക്കുള്ള ഒരു പാഡ് ആ ടോയ്ലറ്റിൽ ഏർപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് നടപ്പിലാക്കുന്നതായിരിക്കും നഗരം കേന്ദ്രീകരിച്ച്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നെ. എന്താ വെച്ചാല് ഞാനും കാസർഗോഡ് വന്നിട്ട് കൊറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിന്. എന്നെ പോലെ കൊറേ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു നല്ലൊരു കോൺസെപ്റ്റ് ആണ്. പിന്നെ എന്താ പറയാ, കാസർഗോഡിലെ UDF സ്ഥാനാർത്ഥി മായിച്ച വിജയിക്കട്ടെ. ഇത്രയും.